CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയും ആലപ്പുഴയിൽ നിന്നുള്ള ദീപശിഖ ജാഥയും സമ്മേളന നഗരിയായ കൊല്ലം ആശ്രാമം മൈതാനത്ത് ഇന്നെത്തും. സമ്മേളന പ്രതിനിധികളെ വരവേൽക്കാനൊരുങ്ങി കൊല്ലം നഗരം ചെമ്പതാകകളേന്തി ഒരുങ്ങി നിൽക്കുകയാണ്. നാളെ ആരംഭിക്കുന്ന സമ്മേളനം 9-ന് സമാപിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി എത്തിയ സമ്മേളനം CPM-ന് കരുത്തുകാണിക്കൽ കൂടിയാണ്. കയ്യൂരിന്റെ വിപ്ലവ മണ്ണിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് നയിക്കുന്ന പതാക ജാഥ ഇന്ന് കൊല്ലത്ത് പ്രവേശിക്കും. രക്തസാക്ഷി സ്മരണകളിരമ്പുന്ന വയലാറിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ദീപശിഖ പ്രയാണം ജില്ലയിൽ പ്രവേശിച്ചു. ദീപശിഖയും പതാകയും വൈകിട്ടോടെ ആശ്രമത്തെത്തും. കൊല്ലത്തിന്റെ വിപ്ലവ മണ്ണായ ശൂരനാട് നിന്ന് ആരംഭിക്കുന്ന കൊടിമര ജാഥ പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയാണ് ജാഥ ക്യാപ്റ്റൻ. ഈ ജാഥയും വൈകിട്ടോടെ ആശ്രാമത്ത് സംഗമിക്കും. നാളെ പ്രതിനിധി സമ്മേളന നഗരിയായ ടൗൺഹാളിൽ സമ്മേളനത്തിന് കൊടിയുയരും. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം CPM കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. CPM-ന്റെ സംഘടനാ ദൗർബല്യങ്ങൾ മറികടക്കുന്നതിനൊപ്പം നേതൃതലത്തിൽ വലിയ മാറ്റങ്ങൾക്കും സംസ്ഥാന സമ്മേളനം വേദിയാകും. 75 വയസ്സ് പൂർത്തിയായ AK ബാലൻ, PK ശ്രീമതി, ആനാവൂർ നാഗപ്പൻ എന്നിവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാകുമ്പോൾ 75-ലേക്ക് എത്തുന്ന EP ജയരാജൻ സെക്രട്ടേറിയറ്റിൽ തുടരുമോ എന്നതും ആകാംക്ഷയാണ്. സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തന്നെ തുടരാനാണ് സാധ്യതയെങ്കിലും എതിർനീക്കങ്ങളും തള്ളിക്കളയാനാകില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ഉൾപ്പെടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും വിവിധ ജില്ലകളിൽ നിന്നുമായി 486 പ്രതിനിധികളും 44 നിരീക്ഷകരും അതിഥികളും ഉൾപ്പെടെ 530 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. 1995-ലായിരുന്നു അവസാനമായി കൊല്ലത്ത് CPM സംസ്ഥാന സമ്മേളനം നടന്നത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.